കൊല്ലം അരിപ്പയിൽ ഗ്യാസിന് തീപിടിച്ച് വീട് കത്തി നശിച്ചു. രാത്രി 8 മണിയോടുകൂടിയാണ് ബ്ലോക്ക് നമ്പർ 189-ലെ തുളസിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത്. സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കണ്ണൻ നായരുടെ വിവരങ്ങൾ നൽകാൻ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഗ്യാസ് സിലിണ്ടറിന് തീപിടിക്കുകയായിരുന്നു. കണ്ണൻ, എന്താണ് ഉണ്ടായത്? ഇപ്പോൾ വീട് പൂർണ്ണമായും കത്തി നശിച്ചോ? വീട്ടിൽ ആൾക്കാരില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? വീട് പൂർണ്ണമായും കത്തി നശിച്ചു. സമീപത്തെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അവിടെ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ വിളക്കിൽ നിന്ന് തീ പടരുകയാണ്. ആ തീ പടർന്ന് ആ സമീപത്തെ വീട്ടിലേക്ക് പടർന്നു. അവിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും തകരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അവിടുത്തെ തുളസി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടാണ് പൂർണ്ണമായും നശിച്ചത്. ഈ സമയത്ത് വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വലിയ അത്യാഹിതം ഉണ്ടാകാതെ പോയത്. അല്ലാത്ത പക്ഷം വലിയൊരു അത്യാഹിതം ഉണ്ടാകേണ്ടതായിരുന്നു. നാട്ടുകാരാണ് ആദ്യം തീ പടരുന്നത് കണ്ടത്. നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. തുടർന്ന് നാട്ടുകാർ ആദ്യം തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. പിന്നീട് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വീട്ടിൽ ആളില്ലാതിരുന്ന സമയമായതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളൊന്നുമില്ല. പക്ഷെ വീട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇവർ പുറത്തുപോയ സമയത്താണ് ഈ അത്യാഹിതം സംഭവിച്ചത്.